ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. കാതുകുത്ത് കല്യാണം എന്ന് കേൾക്കാത്തവരായിട്ട് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒന്നുകിൽ മുത്തശ്ശിമാർ പറഞ്ഞോ, അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ പത്രങ്ങളിലോ മാഗസിനുകളിലോ ഒക്കെ വായിച്ചിട്ടോ എല്ലാവരും അതിനെപ്പറ്റി അവെയറായിരിക്കും. അപ്പോൾ അന്ന് കാതുകുത്ത് കല്യാണം എന്ന് പറഞ്ഞ പഴയ കാലത്ത് ആ ചടങ്ങ് മുതൽ ഇങ്ങോട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു പെൺകുഞ്ഞിൻ്റെ വളർച്ചയിൽ കാതുകുത്ത് എന്നുള്ളത് മനോഹരമായ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ്. അന്ന് കാലത്ത് ഒരു പക്ഷേ അമ്മാവന്മാരും ജ്യോത്സ്യന്മാരുമായിരിക്കാം എന്ന് കാതുകുത്തണം കുഞ്ഞിന് എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ അടുത്തുള്ള ഗോൾഡ് സ്മിത്ത് ആയിരിക്കാം എങ്ങനെ കാതുകുത്തണം എന്ന് തീരുമാനിക്കുന്നത്. ആ കാലം മാറി, ശാസ്ത്രം വളർന്നു. ഇപ്പോഴത്തെ ഈ തലമുറയിലെ അമ്മമാരെല്ലാം വളരെ ശാസ്ത്രീയമായി കുട്ടികളെ വളർത്തുന്നവരാണ്. അവർ ഗർഭിണിയാകുമ്പോഴേ പാരൻറ്റിങ് പഠിച്ച് കുട്ടി എന്ത് കൊടുക്കണം, എങ്ങനെ വളർത്തണം എന്ന് തീരുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ തലമുറയിലെ അമ്മമാരിൽ നിന്ന് ഒരുപാട് സംശയം വരുന്നുണ്ട് കാതുകുത്തുന്നതിനെ പറ്റി. കുട്ടിക്ക് എന്നാണ് കാതുകുത്താൻ കുട്ടി ഫിറ്റാകുന്നത്, ആരാണ് കുത്തേണ്ടത്, എങ്ങനെയാണ് കുത്തുന്നത്, ഇതൊക്കെ നിരവധി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് കാതുകുത്ത് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വളർച്ചയുടെ ആദ്യത്തെ 9 മാസം അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് വളരെ സ്റ്റെറൈലായിട്ടുള്ള അണുവിമുക്തമായ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത്. മാത്രവും ആ കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല, കാരണം വളരെ സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയറാണ്. മാത്രവുമല്ല, ഇമ്മ്യൂണൈസേഷൻ വഴിയും അമ്മയ്ക്ക് വരുന്ന അസുഖങ്ങളുടെ ബാക്കിയായിട്ടും അമ്മ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ്, രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കെമിക്കൽസ്, ആ ആൻറ്റിബോഡീസ് പ്ലാസൻ്റ വഴി കുഞ്ഞിന് കിട്ടുന്നുമുണ്ട്. കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ ഒരുപാട് മൈക്രോബ്സുമായിട്ട് കുഞ്ഞ് കോണ്ടാക്റ്റ് ആവും, വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും. അപ്പോൾ കുഞ്ഞ് തനിയെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങും. ജനിക്കുന്ന സമയം തൊട്ട് അമ്മയിൽ ഗർഭാവസാനം അമ്മയിൽ നിന്ന് കിട്ടിയ ആൻറ്റിബോഡീസും പിന്നെ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്ന ആൻറ്റിബോഡീസും ഈ കുഞ്ഞിനെ ഒരു 3 മാസം വരെ ആ ഒരു സംരക്ഷണത്തിലാണ്, അമ്മയുടെ മുലപ്പാലിൻ്റെ സംരക്ഷണത്തിലാണ് കുഞ്ഞ് വളരുന്നത്. അതേസമയം കുഞ്ഞിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് നേരിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. മാത്രവുമല്ല, നമ്മുടെ ജനിക്കുന്ന ദിവസം മുതൽ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ തുടങ്ങും, അല്ലേ? പോളിയോ വാക്സിൻ, പെൻഡാവാക്, ഹെപ്പറ്റൈറ്റിസ് എല്ലാം തുടങ്ങും. ഒരു 3.5 മാസം ആകുമ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ, ഇമ്മ്യൂണൈസേഷൻ്റെ ആദ്യത്തെ ഫേസ് തീരും. ഈ ഇമ്മ്യൂണൈസേഷൻ കൊണ്ടും കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശക്തി പല അസുഖങ്ങൾക്കും പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. ടെറ്റനസ് ടോക്സോയിഡിൻ്റെ 2 ഡോസ് നമ്മൾ 3.5 മാസം ആകുമ്പോഴേക്കും കൊടുത്തു കഴിയും. 3 മാസം കഴിയുമ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിന് പകർന്നു വരുന്ന രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു തുടങ്ങും. ഒരു 6 മാസം ആകുമ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്ന രോഗപ്രതിരോധ ശക്തി തീരുകയും കുഞ്ഞ് തനിയെ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു പരിധിവരെ കുഞ്ഞിന് 6 മാസം ആകുമ്പോൾ രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും. പൂർണ്ണമായും ഉണ്ടാകണമെങ്കിൽ 5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ വേണ്ടി വരും. എന്നാലും ഒരു പരിധിവരെ കുഞ്ഞിന് 6 മാസം ആകുമ്പോൾ രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും. ഇനി നമുക്ക് കാതുകുത്തിലേക്ക് കിടക്കാം. പല സ്ഥലങ്ങളിലും കുഞ്ഞ് ജനിച്ച് ചരട് കെട്ടുന്ന ആ സമയമാകുമ്പോഴേക്കും കാതും കുത്തുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് തികച്ചും ആശാസ്യമല്ല. കാരണം ആ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, 3.5 മാസം ആകുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു രോഗപ്രതിരോധ ശക്തി വരുന്നത്. ടെറ്റനസ് ടോക്സോയിഡിൻ്റെ 2 ഡോസ് കിട്ടുന്നു. നമ്മൾ ഒരു ദേഹത്ത് മുറിവുണ്ടാക്കുമ്പോഴും അതിന് മുൻപ് ടെറ്റനസ് ടോക്സോയിഡ് കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതി ശരിയല്ല. കുഞ്ഞ് 6 മാസം ആകുമ്പോഴേക്കും 2 ഡോസ് ടെറ്റനസ് ടോക്സോയിഡ് കഴിഞ്ഞു, കുഞ്ഞിന് തനതായി കുറച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടായി. അപ്പോൾ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മാസമായി കഴിഞ്ഞാൽ കുഞ്ഞിന് കാത് കുത്താം. കുഞ്ഞിന് കാത് കുത്തുക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ചെവിയുടെ ഈ ലോബിയുള്ളിൽ ചെറിയൊരു സുഷിരം ഉണ്ടാക്കുകയാണ്, ഒരു മുറിവുണ്ടാക്കുകയാണ്. അപ്പോൾ അത് കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി വന്നതിന് ശേഷം മാത്രമാണ് ചെയ്യാനുള്ളത്.
ഇനി എങ്ങനെയാണ് കാത് കുത്തുന്നത് എന്നുള്ളതാണ് അവശേഷിക്കുന്നത്. അത് നമ്മുടെ ബ്യൂട്ടി സെൻറ്ററുകളിലൊക്കെ ഗൺ വെച്ച് കാത് കുത്തി കാണാറുണ്ട്. അത് തികച്ചും ശാസ്ത്രീയമല്ല, ശരിയുമല്ല. വളരെ ഷാർപ്പായിട്ടുള്ള നമ്മുടെ ചെവിയിൽ ഒരു സുഷിരം ഇടാൻ വേണ്ടി ഗേജുള്ള ഹോളോ നീഡിൽ വെച്ച്, സ്റ്റെറൈൽ നീഡിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ചെയ്യുന്നത് ഒരു 6 മാസമാകുമ്പോൾ കുട്ടിക്ക് ഏകദേശം രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ 1 വയസ്സിൽ ചെയ്യാൻ പാടില്ലേ? തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ 1 വയസ്സിനേക്കാളും 6ാമത്തെ മാസമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതായിരിക്കും കൂടുതൽ ആശാസ്യം. കാരണം 6 മാസം ഉള്ള കുട്ടിക്ക് ഉണ്ടാക്കുന്ന മുറിവിൻ്റെ ഓർമ്മ കുഞ്ഞ് പെട്ടെന്ന് വിട്ടുപോകും. കാരണം കുഞ്ഞാണ്, 6 മാസമുള്ള കുഞ്ഞിന് മെമ്മറി പവർ അത്രയേ ഉള്ളൂ. ആ ഒരു പ്രൊസീജിയർ അത് പെട്ടെന്ന് മറന്നു പോകും. 1 വയസ്സാകുമ്പോൾ കുറച്ചുകൂടെ കാലം ആ ഒരു ട്രോമ കുഞ്ഞ് ഓർക്കും. 2, 6 മാസമായാലോ കുട്ടി വലിയൊരു ബഹളം കാണിക്കാൻ വഴിയില്ല. അതേസമയം 1 വയസ്സായ കുഞ്ഞിനെ ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊരു അനസ്തീഷ്യ സ്പ്രേ ചെയ്യാമെന്ന് വെച്ചാൽ 6 മാസമുള്ള കുട്ടിയെ നമുക്ക് ഇരുത്താൻ പറ്റും. പക്ഷെ 1 വയസ്സുള്ള കുട്ടിയെ ഇരുത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 6 മാസം എന്നുള്ളതാണ്, 6 മാസം തികയുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സമയം ഈ ചെവിയിൽ നമുക്ക് കാത് കുത്താനുള്ള സമയം. ഇനി കാത് കുത്തിയാൽ നമ്മൾ എന്താ ചെയ്യുക? കാത് കുത്തിയാൽ മറ്റേ ആർട്ടിഫിഷ്യൽ ഒന്നും ഇടാൻ പാടില്ല. 14 കാരറ്റ് ശരിക്കും സ്വർണ്ണമാണ്, ഗോൾഡ് തന്നെ ആയിരിക്കണം. ഗോൾഡ് വലിയ റിയാക്ഷനൊന്നും ഉണ്ടാക്കുന്നതിന് പറ്റലാണ്. അതുകൊണ്ട് അത് തന്നെ ആയിരിക്കണം ഇടാൻ ഉള്ളത്. പിന്നെ എന്ത് ആഫ്റ്റർ കെയർ ചെയ്യണം? കുഞ്ഞാണ്, 6 മാസമുള്ള കുഞ്ഞ് അതിനെ പിടിച്ച് വലിക്കാനൊക്കെ ഉള്ള സാധ്യത കുറവാണ്. നമ്മൾ ഡെയിലി ചെറിയ ഉപ്പുവെള്ളത്തിൽ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ലേശം ഉപ്പിട്ട് ഡെയിലി 2 വശവും ഫ്രണ്ടും ബാക്കും തുടച്ചു കൊടുക്കുക. വളരെ മയമായിട്ട് സ്റ്റഡ്സ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അതിനകത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇത് ഒരു ഹീലാകുന്നവരെ ചെയ്യുക. 6 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റഡ്സ് മാറ്റിയിടാം. 6 ആഴ്ച വരെ ആദ്യം ഇടുന്ന സ്റ്റഡ്സ് തന്നെ ഇടുകണം. അപ്പോൾ കാതുകുത്ത് വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു ആരോഗ്യ പ്രശ്നവുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.